ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ച സർക്കാരിന്റെ കള്ളക്കളി തുടരുകയാണ്. റിപ്പോർട്ട് പുറത്തുവിട്ട് 1 മാസമാകുമ്പോഴും പൂഴ്ത്തിവെച്ച 5 പേജുകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. വിവരാവകാശ അപ്പീലും തള്ളിയതോടെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ആർ റോഷിപാൽ. പുറത്തുവിടാൻ നിർദ്ദേശിച്ച 11 ഖണ്ഡികകളടങ്ങുന്ന 5 പേജുകളാണ് സർക്കാർ വെട്ടിയത്. നവംബർ 3-ാം വാരം നടത്തുമെന്ന് പറഞ്ഞ കോൺക്ലേവ് ഇനിയും നീളുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, റിപ്പോർട്ട് പുറത്തുവിട്ടു, പക്ഷേ പുറത്തുവിട്ട റിപ്പോർട്ടിൽ എന്തൊക്കെ പുറത്തുവിടുമെന്ന് സാംസ്കാരിക വകുപ്പും SPIയും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഒക്കെ കുറിച്ച ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന 5 പേജുകൾ പോലും തരാതെയാണ് സർക്കാർ ആ റിപ്പോർട്ട് ഭാഗികമായി മാത്രം പുറത്തുവിട്ടത്. പൂഴ്ത്തിവെച്ച ഭാഗം എന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും തന്നിട്ടില്ല. എന്നത്തേക്ക് കിട്ടും വിവരാവകാശ കമ്മീഷണറുടെ മറുപടി? സാംസ്കാരിക വകുപ്പ് എടുത്തിരിക്കുന്ന നിലപാട് അത് വകുപ്പിന് വെട്ടിമാറ്റാനുള്ള അധികാരമുണ്ട് എന്നാണ്. അതേപോലെ കോൺക്ലേവും അനിശ്ചിതത്വത്തിലായോ? ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇത് എന്ന് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല അരുൺ. കാരണം 2019 ഡിസംബർ മാസത്തിലാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വരാതിരിക്കും എന്നതിൻ്റെ ഗവേഷണത്തിൽ തന്നെയായിരുന്നു സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് കോൾഡ് ഫ്രീസറിൽ കിടന്നത് 4.5 വർഷക്കാലം. അതിനുശേഷം വിവരാവകാശ കമ്മീഷണറുടെ നിർണായകമായ ഇടപെടലിൻ്റെ ഭാഗമായി റിപ്പോർട്ട് പുറത്തേക്ക് വിടേണ്ടി വന്നു. പക്ഷേ അന്ന് ഇന്ന പേജുകളെല്ലാം നിങ്ങൾക്ക് തരും എന്ന് വിവരാവകാശ ഓഫീസർ അറിയിച്ചിരുന്നുവെങ്കിലും അതിലും 5 പേജുകൾ വെട്ടി എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. 11 നിർണായക ഖണ്ഡികൾ അടങ്ങുന്ന ഭാഗമാണ് വെട്ടിയത്. അതിന് പിന്നാലെ ഈ ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത്. നാളേക്ക് 1 മാസം പൂർത്തിയാവുകയാണ്. അതിനിടയിൽ നമ്മുടെ റിപ്പോർട്ടർ റോഷിപാൽ തന്നെ അവിടെ അപ്പീൽ നൽകി, വിവരാവകാശ ഓഫീസർക്ക് അപ്പീൽ നൽകി. ആ അപ്പീൽ തള്ളുകയും ചെയ്തു. കാരണം അത് സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ തരാൻ നിർവാഹമില്ല എന്ന മറുപടിയായിരുന്നു നമുക്ക് കിട്ടുകയും ചെയ്ത്. നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല, വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വെട്ടിമാറ്റിയ ഭാഗം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ മാസം 1 പൂർത്തിയാകുമ്പോഴും അരുൺ ആ 5 പേജുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് അത് തരാനുള്ള ഒരു സംവിധാനം ഇതുവരെയും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവമായ ഒരു കാര്യം. ഈ 5 പേജുകൾക്ക് വേണ്ടി നമ്മൾ പിന്നാലെ നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് അവർ തീരുമാനിച്ച ഭാഗമെങ്കിലും പുറത്തു വന്നാൽ മാത്രമേ അതിൽ നടപടി ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നതും അരുൺ. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ഒരു നടപടിയും അതിനകത്ത് സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുറത്തുവിട്ടില്ല എന്ന വിഷയം അവിടെ നിൽക്കട്ടെ, പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ അതിലെ ഒരു നടപടിയും എടുക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് സർക്കാർ മാറി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ 5 പേജുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്നുള്ളത് കൊണ്ട് ആ 5 പേജുകളും കൂടി പുറത്തു വന്നാൽ മാത്രമേ കുറച്ചുകൂടി സമ്മർദ്ദം സർക്കാരിൽ ഉണ്ടാവുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തു. ഇത് പുറത്തു വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്താനെങ്കിലും തയ്യാറായത്. അതിനുശേഷവും ഒളിച്ചുകളി തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ, ഇപ്പോൾ പറയുന്നത് ഹേമ കമ്മിറ്റി ഇത്രയേറെ നിർദ്ദേശങ്ങൾ 1, 2, 3 പറഞ്ഞിട്ടും അതൊന്നും നടപ്പാക്കാതെ അത് നടപ്പിലാക്കണമെങ്കിൽ കോൺക്ലേവ് വേണം എന്നാണ് പറയുന്നത്. എന്തിനാണ് കോൺക്ലേവ്? അതെപ്പോഴാണ് നടക്കുക എന്നത് സംബന്ധിച്ച് ഒരു പിടിയുമില്ല. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനായ ഷാജിയൻ കരുണിൻ്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് ആദ്യം നടത്തുമെന്ന് പറഞ്ഞത് നവംബർ മാസം 23, 22 ആ തീയതികളിലാണെന്ന് പറഞ്ഞു. പക്ഷേ അത് നടക്കാനുള്ള സാധ്യതയില്ലെന്ന് ഷാജിയൻ കരുൺ തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവും കേരളീയവും അതൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരിയിലോ മറ്റോ നടത്താനുള്ള ആലോചനയാണ് നടത്തുന്നത്. അതും നടത്തുമോ എന്ന കാര്യം അറിയില്ല. ഒടുവിൽ വേട്ടക്കാരെയും ഇരകളെയും ഒരേ വേദിയിൽ ഇരുത്തുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് വിമർശകർ ചോദിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അരുൺ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കള്ളക്കളി തുടരുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ.